നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഈ 10 ചോദ്യങ്ങൾ ഈ 2026 ചോദ്യപേപ്പറിൽ കാണാൻ വളരെയധികം ചാൻസ് ഉള്ള 10 ചോദ്യങ്ങളാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ ചാപ്റ്ററിനകത്തെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സും പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസും പിന്നെ യൂസസ് ഓഫ് ഡയമെൻഷൻ അനാലിസിസും ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ ചാപ്റ്ററിനകത്ത് ന്യൂട്ടന്റെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുന്നതും എസിക്കലി UT + ½ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസും പ്രതീക്ഷിക്കാം. മൂന്നാമത്തെ ചാപ്റ്ററിനകത്തെ 10 ചാപ്റ്റർ നമ്മൾ പറയുന്നുള്ളൂ. മൂന്നാമത്തെ ചാപ്റ്ററിനകത്ത് നിന്ന് പ്രൊജക്റ്റൈൽ അതിന്റെ 3 എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, സെൻട്രിപിറ്റൽ ആക്സലറേഷൻ, പാരലോഗ്രാം ലോയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും പ്രതീക്ഷിക്കാം. നാലാമത്തതിനകത്ത് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, അത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫാക്ടേഴ്സ്, റീകോയിൽ ഓഫ് എ ഗൺ, മോഷൻ ഓഫ് എ ബോഡി ഇൻ എ ലിഫ്റ്റ്, അതുപോലെ തന്നെ ബാങ്കിങ് ഓഫ് റോഡ്സ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും പ്രൂവ് ചെയ്യുന്നു. അഞ്ചാമത്തെ ചാപ്റ്റർ വർക്ക് എനർജി പവർ ചെയ്യുന്നു. പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക്, കൺസർവേറ്റീവ്, നോൺ കൺസർവേറ്റീവ് ഫോഴ്സും, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇലിസ്ട്രേഷൻ ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡിയും പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്ട്രെച്ച്ഡ് സ്പ്രിംഗ് നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. ആറാമത്തെ പഠനത്തിനകത്ത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഫാക്ടേഴ്സും അതോടൊപ്പം റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റവും ടോർക്ക് ആൻഡ് ആംഗുലർ ആക്സലറേഷനും ആംഗുലർ മൊമെന്റത്തിന്റെ ആപ്ലിക്കേഷൻ മറ്റേ ബാലെ ഡാൻസിന്റെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏഴാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകേണ്ടത് ഉറപ്പായിട്ടും എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി, വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഓൾട്ടിറ്റ്യൂഡും ഡെപ്തും ടൈം പീരീഡും ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി എർത്തും. എട്ടാമത്തെ ചാപ്റ്ററിനകത്ത് നിന്ന് ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകേണ്ടത് നമ്മുടെ ഹുക്സ് ലോ, യങ്സ് മോഡുലസ്, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫുകൾ പഠിച്ചുകൊണ്ട് പോവുക. ഒമ്പതാമത്തെ ചാപ്റ്റർ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിനകത്ത് നിന്ന് ബെർണോളിസ് തിയറവും പാസ്കൽസ് ലോയും ടെർമിനൽ വെലോസിറ്റിയും ക്യാപ്പിലാരിറ്റിയും നിർബന്ധമായിട്ടും പഠിച്ചുകൊണ്ട് പോവുക. അന്നേരം ഇത്രയും ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ, ഒരു മിനിമം 50 മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാനുള്ളത് ഇത്രയും ചാപ്റ്ററിൽ നിന്ന്, ഇത്രയും ഫാക്ടേഴ്സ്, ഇത്രയും ടേംസിൽ നിന്നാണ് ഉറപ്പായിട്ടുമുണ്ട്. എന്നാൽ ഇതെല്ലാം നിങ്ങൾ നോക്കിയിട്ടേ പരീക്ഷയ്ക്ക് പോകാവുള്ളൂ. ബെസ്റ്റ് വിഷസ്. ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. നല്ല രീതിയിൽ പരീക്ഷ എഴുതുക. എല്ലാ കുഞ്ഞുങ്ങൾക്കും ബെസ്റ്റ് വിഷസ്.